2024 റാങ്ക് ഇപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവൈലബിൾ ആണ്. എല്ലാവരും അവരവരുടെ റാങ്ക് എടുത്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പിയർഡ് ഫോർ ദ എക്സാമിനേഷൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏകദേശം 38,853 പേർ അറ്റൻഡ് ചെയ്തു. മെയിൽ കാൻഡിഡേറ്റ്സ് 40,190 ഒരു ട്രാൻസ്ജെൻഡറുമാണ് അപ്ലൈ ചെയ്തത്. മൊത്തത്തിൽ 79,044 പേരാണ് ഉണ്ടാവുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ആയത് 27,524 മെയിൽ കാൻഡിഡേറ്റ്സ് 30,815 ക്വാളിഫൈ ചെയ്തത്. റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയവരുടെ എണ്ണവും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. കാൻഡിഡേറ്റ്സ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ കോഴ്സ് ഓഫ് സ്റ്റഡി അറ്റ് ദ +2 നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. HSC അതായത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിലുള്ളവരാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. 36,390. ആദ്യത്തെ 5,000 റാങ്കിൽ അതിൽ 2,034 കുട്ടികൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ICSE CBSEയുടെ ഒക്കെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ജില്ലയിലെയും എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്കിത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് ദേവാനന്ദ് P ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടിയാണ്. രണ്ടാം റാങ്ക് ഹഫീസ് റഹ്മാൻ മലപ്പുറം. മൂന്നാം റാങ്ക് അലൻ ജോണി കോട്ടയം ജില്ലക്കാരനാണ്. ആദ്യ 100 റാങ്കിൽ 13 പെൺകുട്ടികൾ ഇടം പിടിച്ചിട്ടുണ്ട്. 58,340 പേർ യോഗ്യത നേടി. 52,500 പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് റാങ്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു. അത് നിങ്ങളുടെ മെമ്മോ മിസ്റ്റേക്കുകൾ ക്ലിയർ ആകുന്നത് വരെ അത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളത് ക്ലിയർ ആക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും റാങ്കൊക്കെ ഒന്ന് കമൻറ്റിലിടുക കേട്ടോ. താങ്ക് യു.